വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അറിയാമല്ലോ, പൊളിമിക്സ് അടിസ്ഥാനപരമായി ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്, രാഷ്ട്രീയ വിദ്യാഭ്യാസ പദ്ധതി. അതിനാൽ ഒരു താരതമ്യ പഠനത്തോടെയാണ് ആരംഭിക്കുന്നത്. പാഠഭാഗങ്ങൾ സുധീര ഗുരുദേവൻ വിശദീകരിച്ചു തരും. നമുക്ക് ജാതിയില്ല ഒരു വിളംബരം. അദ്വൈതാശ്രമം, ആലുവ, 1901 ഇടവം 15. നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൻ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്കിട വന്നിട്ടുണ്ടെന്ന് അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു എന്ന് നാരായണ ഗുരു പ്രബുദ്ധ കേരളത്തിലാണ് ഈ സന്ദേശം നൽകിയത്. 100 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവന് പറ്റിയ അതേ ചതി തന്നെയല്ലേ ശ്രീ സുധീര ഗുരുദേവൻ ഇപ്പോൾ പറ്റിയത്? സുധീര ഗുരുദേവൻ ഗ്രൂപ്പും ക്ലിക്കും വിട്ടിട്ട് സംവത്സരങ്ങളായെങ്കിലും ആരെങ്കിലും അത് ഗൗനിക്കുന്നുണ്ടോ? ചില പ്രത്യേക ഗ്രൂപ്പുകാർ സുധീര ഗുരുദേവൻ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടും അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തിൽ പരക്കാൻ ഇടവന്നിരിക്കുകയല്ലേ? നമ്മുടെ കളവങ്കോടത്ത് ഇന്ന് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ നാം ഈ മാനവ മൈത്രി സമ്മേളനം ചേരുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠയായി. കണ്ണാടിയിൽ ഓം എന്ന് എഴുതിയിരിക്കുക മാത്രം. കണ്ണാടിയിൽ നോക്കുമ്പോൾ നോക്കുന്ന ആളുകൾ അവരെ തിരിച്ചറിയുന്നു. നീ നിന്നെ തന്നെ തിരിച്ചറിയുക, നീ നിന്നെ തിരിച്ചറിയുക, നീ ആത്മപരിശോധന നടത്തുക, നീ സ്വയം വിലയിരുത്തുക, തെറ്റുകുറ്റങ്ങൾ വിമർശനപരമായി തന്നെ കണ്ടുകൊണ്ട് സ്വയം തിരുത്തുക. എത്ര ശക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇത്തരം മഹാതത്വജ്ഞാനികൾക്കുള്ള ഒരു കുഴപ്പം ഇതാണ്: തത്വങ്ങളൊന്നും ആവശ്യമുള്ളപ്പോൾ ഓതിക്കൊടുക്കില്ല. ഇപ്പോൾ തന്നെ സുധീരൻ കണ്ണാടി നോക്കാൻ ഉപദേശിച്ചതും ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ കണ്ണാടി പ്രതിഷ്ഠിച്ചു കൊടുത്തതും എപ്പോഴാണ്? ഉമ്മൻചാണ്ടിക്ക് കണ്ണാടിയേ ആവശ്യമില്ലാത്ത കാലം വന്നപ്പോഴല്ലേ? എന്നാൽ ഉമ്മൻചാണ്ടിക്ക് പറ്റിയ അബദ്ധം പിണറായി വിജയന് പറ്റില്ല എന്നുറപ്പാണ്. ഒന്നാമതായി, കണ്ണാടി നോക്കുന്ന കാര്യം അദ്ദേഹത്തോട് ആരും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട. കണ്ണാടി എപ്പോൾ കാണുന്നത് നല്ലതാണല്ലോ. തന്നെത്താൻ കണ്ണാടി നോക്കുക മാത്രമല്ല, കണ്ണാടിയേക്കാൾ മികച്ച വിമർശകർ പിണറായിക്കുണ്ട്. ആ വിമർശകർ അദ്ദേഹത്തെ നന്നായി സഹായിക്കുന്നുമുണ്ട്. അതാർക്കാ ആക്ഷേപം? അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾ പാർട്ടിയുമായിട്ട് ആക്ഷേപിച്ച് പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നത് എന്നെ ഓർമ്മപ്പെടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ സംഭവിച്ചെന്താ? അത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞല്ലോ, ഇത് പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അപ്പം നല്ല ജാഗ്രതാബോധമാണത്. അത് എന്നെ പറ്റിയുള്ള ഒരു കരുതലിൽ നിന്നുണ്ടാകുന്നതാണത്. എന്നെയാണല്ലോ രക്ഷിക്കുന്നത്. ഒരു തരത്തിലും നീ തെറ്റായ വഴിക്ക് സഞ്ചരിച്ചേക്കല്ലേ എന്ന് പറയുന്നല്ലേ, നല്ല കാര്യമല്ലേ അത്? അതിനെന്താ തെറ്റ്? അതാണ് ആത്മജ്ഞാനത്തിന്റെ ആകത്തുക അഥവാ അകക്കണ്ണ്. ഇതിൽ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളൊരു സർക്കാരാകുമ്പോൾ ആ സർക്കാരിനെ പറ്റി വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നെന്ന് വരും. ആ അഭിപ്രായങ്ങൾ മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളതിനെ വല്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു ചെറിയൊരാശയക്കുഴപ്പത്തിൽ പെട്ടിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ചിലർക്ക് വേറൊരാശയമുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ വന്നപ്പോൾ
ഇവിടെ ശാന്തി ചെയ്യുന്നവരും കമ്മിറ്റി അംഗങ്ങളും എന്നോട് പറയുകയായിരുന്നു, അന്ന് തർക്കം വന്നു, ഇതോടൊപ്പം തന്നെ പ്രതിഷ്ഠ കൂടെ വേണം, വിഗ്രഹ പ്രതിഷ്ഠ കൂടെ വേണം എന്ന അഭിപ്രായം വന്നപ്പോൾ അർദ്ധനാരീശ്വരുടെയാണ് ഇവിടെ ശിഷ്യരെ കൊണ്ട് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. ഒരു കാര്യം ഓർക്കണം, വിപ്ലവകരമായി ചിന്തിക്കുമ്പോൾ, പരിവർത്തനത്തിന് വേണ്ടി ചിന്തിക്കുമ്പോഴും സമന്വയത്തോടുകൂടി, സമഭാവനയോടുകൂടി, തർക്കരഹിതമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേകമായ വൈഭവം ശ്രീനാരായണ ഗുരുസ്വാമികൾക്കുണ്ടാകും. ഇന്നും അതുതന്നെയല്ലേ നമ്മുടെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തർക്കം ഒഴിവാക്കാൻ അർദ്ധനാരീശ്വരന് അഭയം പ്രാപിക്കുക, അഥവാ ആണും പെണ്ണുമില്ലാത്ത നിലപാടിലെത്തുക. ഞാൻ ജനിച്ച പ്രദേശം, നിയമസഭാ സാമാജികനായിരുന്ന പ്രദേശം മണലൂർ. ആ മണലൂർ പഞ്ചായത്തിൽ കാരമുക്ക് ക്ഷേത്രമുണ്ട്. ഞാൻ ഏറ്റവും അധികം പുസ്തകം വായിച്ചിട്ടുള്ളത്, കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ളത് ആ കാരമുക്കിലെ വിദ്യാലയത്തോടനുബന്ധിച്ചുള്ള ലൈബ്രറിയിൽ നിന്നാണ്. ആ കാരമുക്ക് ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് ദീപമായിരുന്നു. ദീപപ്രതിഷ്ഠ, അന്ധകാരത്തിൽ നിന്നും വെളിച്ചം സമൂഹത്തിന് നൽകുക എന്നുള്ള സന്ദേശമാണ് അതിലൂടെ നൽകിയിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, ആ ദീപം ഇപ്പോഴാർക്കും വെളിച്ചം കാട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡോക്ടർ പൽപ്പുവിനെ പോലെ, കുമാരനാശാനെ പോലെ, സി വി കുഞ്ഞിരാമനെ പോലെ, ടി കെ മാധവനെ പോലെ, സി കേശവനെ പോലെ, ആർ ശങ്കരനെ പോലെ എത്രയോ മഹാരഥന്മാരായ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി നിലകൊണ്ട ആ മഹാത്മാക്കൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്ന ആ പ്രസ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ആ പ്രസ്ഥാനമല്ല, പ്രസ്ഥാനത്തെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല, ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നും വിലപ്പെട്ടതാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിർഭാഗ്യവശാൽ ശ്രീനാരായണ ഗുരുസ്വാമികൾ എക്കാലവും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ആ ശൈലിയും ആ രീതിയും ഉൾക്കൊള്ളുന്ന വർഗീയ കോമരങ്ങളാണ് എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം എന്നല്ലാതെ എന്തു പറയാൻ. ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ഭംഗിയല്ല. ആ കോമരം വന്നു കഴിഞ്ഞാലുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ വേറെ പല കോമരങ്ങളെ കാണേണ്ടി വരും. ധനമന്ത്രി തോമസ് ഐസക്ക് ബജറ്റിൽ മാന്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ പലരും മേലോട്ട് നോക്കുന്നത് പൊളിമിക്സ് കണ്ടതാണ്. ആർക്കുമെന്ന് മനസ്സിലായില്ല എന്താണ് ഈ മാന്യവിരുദ്ധ പാക്കേജ് എന്ന്. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇതാ കണ്ടോളുക, കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പം നിയമസഭ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മാന്യവിരുദ്ധ പാക്കേജ് മൊത്തം 20,000 കോടി രൂപയുടേതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ടൂറിസം മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് നിലവിലുള്ള അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങൾക്ക് പുറമെ പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിച്ചാൽ മാത്രമേ ഈ സർക്കാർ ലക്ഷ്യമിടുന്ന രീതിയിൽ 5 വർഷം കൊണ്ട് വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 100%, ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം ഏതാണ്ട് ഒരു 50% വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത് ഈ അടിസ്ഥാന കേന്ദ്രങ്ങളിലെല്ലാം സർക്കാർ തന്നെ ഹോട്ടലുകളും മറ്റും തുടങ്ങലല്ല, മറിച്ച് ഇത്തരത്തിൽ ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി കൊടുക്കുക. ഇതിൻ്റെ ഫലമായിട്ട് സ്വകാര്യ നിക്ഷേപകർ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയിട്ടുള്ളവ ആരംഭിക്കാൻ പറ്റണം. കാരണം ഇവിടെ മുതൽ മുടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടൂറിസം കേന്ദ്രം വികസിപ്പിക്കേണ്ട ചുമതല നിക്ഷേപകർക്കില്ല, അത് സർക്കാർ ചെയ്തു കൊടുക്കും. അങ്ങനെ ബഡ്ജറ്റിൽ പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്
ഈ കക്കയം ഡാമുമായി ബന്ധപ്പെട്ട് വരുന്ന ടൂറിസം സർക്യൂട്ട്. ഇത് ഹൈഡൽ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ KSEB ഒരു ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു സൊസൈറ്റിയൊക്കെ രൂപം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് 20 എല്ലാം കൂടി എടുത്താലും ഇപ്പോൾ ഇവിടെ കക്കയത്ത് ഒരു 10-12 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തന്നെ 10-12 കോടി രൂപയുടെ. അല്ലെങ്കിൽ ബാലുശ്ശേരിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ടൂറിസം സർക്യൂട്ട് ഉണ്ട്, അതിന് ആകെ ചിലവ് വരുന്ന 8 കോടിയോ ഒന്നുമില്ലാണ്. ഇതുപോലെ തുഷാരഗിരിയുമായി ബന്ധപ്പെട്ട് ഏതാനും കോടി മുടക്കിക്കാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. ബാണാസുര സാഗർ, ഇവിടുത്തെ കക്കയം, പെരുവണ്ണാമൊഴി, ഇതിനെ മൂന്നിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ചാണ് ഹൈഡൽ ടൂറിസം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് KSEB ആലോചിക്കുന്നത്. ഇങ്ങനെ ഇത്രമേൽ അയജ്ഞ ലളിതമായി സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധൻ കൂടെയുള്ളപ്പോഴാണല്ലോ പിണറായി വിജയൻ ഹാർഡ്വാർഡിൽ നിന്ന് മറ്റൊരു സാമ്പത്തിക വിദഗ്ധയെ കൊണ്ടുവരുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് പൊളിമിക്സിന് സങ്കടം. ഗീതാ ഗോപിനാഥിൻ്റെ നിയമനത്തെ പറ്റി നിങ്ങൾ ചിലർക്ക് ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടു. അതിനകത്ത് ഉള്ള ഒരു കാര്യം, അവരുടെ നിയമനത്തിൻ്റെ കാര്യത്തിലല്ല, അവരുടെ യോഗ്യത എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് നല്ല യോഗ്യയാണ്. പിന്നെ ഇക്കാര്യത്തിലുള്ള അവരുടെ ഉപദേശം നൽകാനുള്ള കഴിവിനെ പറ്റി ആർക്കും സംശയമില്ല, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഉപദേശം നൽകാൻ പരമയോഗ്യയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ ഉള്ള ഒരു ആശങ്ക, അത് ശരിയാണ്, ആ ആശങ്ക പങ്കുവെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ അല്ലെങ്കിൽ LDFൻ്റെ ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ബാധ്യപ്പെട്ടവർ, അവർ ഇടതുപക്ഷത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് വലതുപക്ഷക്കാർക്ക് തന്നെ ഒരു ആശങ്ക ഉണ്ടാകുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ചില ആശങ്കകളാണ് പങ്കുവച്ചത്. അപ്പോൾ എന്താ, ഞങ്ങളുടെ സ്വഭാവം ഉപേക്ഷിക്കരുതേ എന്ന ഒരു നിലപാടാണ് ഞങ്ങളോട് പറയുന്നത്. അത് നല്ല കാര്യമാണല്ലോ, അല്ലേ? ഞങ്ങളെ ഒരു ജാഗ്രതപ്പെടുത്തലല്ലേ. അങ്ങനെ ജാഗ്രതപ്പെടുത്തിയവരോടെല്ലാം നന്ദിയുണ്ട്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം ഞങ്ങളുടെ സ്വഭാവം ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടുത്തിയേക്കരുത്, അതിൽ നിന്ന് ഒരു തരത്തിലുള്ള വഴുതിപ്പോകലും ഉണ്ടാകരുത്. ഇതൊക്കെയാണ് ആ ജാഗ്രതപ്പെടുത്തലിൻ്റെ പിന്നിൽ. അത് സതുദ്ദേശപരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇല്ല, നിങ്ങളുടെ സ്വഭാവം കളഞ്ഞു കുളിക്കില്ല എന്ന കാര്യത്തിൽ പൊളിമിക്സിന് നല്ല ഉറപ്പാണ്. അതല്ല കാര്യം. ഡോക്ടർ തോമസ് ഐസക് ഉണ്ടായിരിക്കെ വേറെ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ് വേണ്ടിയിരുന്നോ എന്നതാണ്. അല്ല, സാമ്പത്തിക വിദഗ്ധർ ധാരാളമുണ്ട്. പല തരത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരാണ്. നമ്മൾ ചെറിയ കുട്ടികളുടെ മുന്നിൽ കണക്കൂട്ടാൻ മാത്രം അറിയുന്നവർ ആ കണക്കിലുള്ളൊരു സാമ്പത്തിക വിദഗ്ധരാണ്. മുഖ്യമന്ത്രിക്ക് ചില ഇനം സാമ്പത്തിക വിദഗ്ധരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ചിരി വരുന്നത് കണ്ടില്ലേ? തമാശയല്ല, കാര്യമായിട്ട് പറയുകയാണ്. അങ്ങനെയും ചില സാമ്പത്തിക വിദഗ്ധരുണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കും. MSc എത്തുമ്പോൾ ഇത് തന്നെ പഠിക്കുക. പക്ഷെ MSc എത്തുമ്പോഴും അത് മാത്തമാറ്റിക്സ് ആയിട്ട് മാറും, കണക്കായിട്ട് മാറും. നാടൻ തൃശ്ശൂർ ഭാഷയിൽ കണക്കാവുന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ, മാത്തമാറ്റിക്സ് ആണ്. അവസാനം ന്യൂക്ലിയസും പ്രോട്ടോണും ഒക്കെ 1, 2, 3, 4, 5, 8, 10, 6 എന്നൊക്കെ എടുക്കും. പ്രൊഫസർ C രവീന്ദ്രനാഥ് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. പക്ഷേ പിണറായി ധനകാര്യ വകുപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചില്ലല്ലോ. ധനവകുപ്പ് ഏൽപ്പിച്ചത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെയാണ്. എന്നാൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പഠിച്ച് അങ്ങനെയുള്ളവർ അതിൻ്റെ ഒരു വിദഗ്ധരാണ്. ഓക്കെ, ഗോ ബാക്ക്. സോ RDക്ക് എന്ത് സംഭവിക്കുന്നു? ഇത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. ആ പച്ചവര ഏതെടുത്താലും ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ താഴെയാണ് പെർഫോമൻസ്. ഏത് ഫാക്ടർ എടുത്താലും. നിങ്ങൾ വേണമെങ്കിൽ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ഇതാണ് നോക്കൂ. ടാക്സ് റവന്യൂ ബഡ്ജറ്റിൽ പിരിക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ ഇത്രയും താഴെയാണ്. സ്റ്റേറ്റ് ചോപ്പ് സ്റ്റേറ്റിന്റെ മൊത്തം ടാക്സ് റവന്യൂ ആണ്. ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്.
ടാർജറ്റും ഇതുമായിട്ടുള്ള ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് ഡോക്യുമെന്റും സാമ്പത്തിക പെർഫോമൻസുള്ള ബന്ധമില്ലാതെ ബഡ്ജറ്റ് ബിക്കം എ ഫാർസ്. ഇതാണ് വളരെ ക്ലിയർ ആയിട്ട്. ലുക്ക്, ഇതാണ് ബഡ്ജറ്റ് എന്ന് വെച്ചോട്ടെ, ബഡ്ജറ്റ് അച്ചീവ്മെന്റ്. ടാർജറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഇത് ഇവിടെയാണ് 100%. ഇങ്ങനെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ ധനമന്ത്രിയാക്കിയിട്ടുമുണ്ട്. പക്ഷേ അത് മതിയാവില്ല. അതിനും മീതെ സാമ്പത്തിക ഉപദേശങ്ങൾ വേണ്ടിവരും. കാരണം പിണറായി വിജയൻ അടിസ്ഥാനപരമായി ഒരു മാർക്സിസ്റ്റാണ്. മാർക്സിസം അടിസ്ഥാനപരമായി അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രം എന്നാൽ സാമ്പത്തിക ശാസ്ത്രം. ലോകത്തിലെ തന്നെ മികവുറ്റ രീതിയിലേക്ക് വരുമ്പോൾ അതാണ്. ഇതിൽ അവസാനം പറഞ്ഞ കൂട്ടത്തിലാണ് ഇവർ വരുന്നത്. അപ്പോൾ അവരുടെ ഉപദേശം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഉപദേശം സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഉപദേശം ലഭിക്കുന്നതിലൊരു കുറവുമില്ല, ഒരു തെറ്റുമില്ല. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ധനകാര്യ വിദഗ്ധയെ ഉപദേഷ്ടാവായി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് എന്താണ് എന്നറിയുമോ? ഈ സൗജന്യ ഉപദേഷ്ടാക്കളെല്ലാം കണ്ണൂരിൽ നിന്നായത് എന്തുകൊണ്ടാണ് എന്ന്. സൗജന്യ ഉപദേശകർ എല്ലാവരും കണ്ണൂരിൽ നിന്നാകുന്നതിന്റെ കാരണം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്താ ഒരു നമുക്ക് സംശയം കൊണ്ട് ചോദിച്ചാൽ സൗജന്യ ഉപദേശം അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. അല്ല, സൗജന്യ ഉപദേശത്തിന് പറ്റുന്നവരെ കണ്ടാൽ സ്വീകരിക്കും. അതിന് മുഖ്യമന്ത്രി ഉത്തരം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പൊളിമിക്സിന് അറിയില്ല. ഏതായാലും പൊളിമിക്സിനൊന്നറിയാം, ഗീതാ ഗോപിനാഥിൻ്റെ നാട് കുറ്റ്യാട്ടൂരാണ്. മികച്ച മാങ്ങയും മികച്ച നമ്പ്യാന്മാരും വിളയുന്ന നാടാണ് കുറ്റ്യാട്ടൂർ. അതുമാത്രം ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഒരു മധ്യസ്ഥ ശ്രമമുണ്ട്. ഇടതുമനക്കിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വരനില്ലത്ത് മാണിയാന ഇടഞ്ഞു നിൽപ്പാണ്. മാതങ്കലിയിലെ പഠിച്ച വൈദ്യന്മാരൊക്കെ മരങ്ങാട്ടുപള്ളിക്ക് പോകുന്നുണ്ട്. പുതുപ്പള്ളിയിൽ നിന്ന് വരെ വൈദ്യരെത്തി. ഇതൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അണിസാറുമായിട്ട് എന്നും നല്ല ബന്ധമാണ്. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അതിന്റെ തുടക്കം മുതലുള്ള നേതാവാണ് മാണി സാറ്. അപ്പം UDFന്റെ അവിഭാജ്യ ഘടകമാണ് മാണി സാറ്. മാണി സാറില്ലാത്ത UDFനെ കുറിച്ച് ആർക്കും ചിന്തിക്കാനേ പറ്റില്ല. മലപ്പുറത്തെ വലിയ പേര് കേട്ട കുരിക്കന്മാരും ഇതുതന്നെയാണ് പറയുന്നത്. മാണിസാർ എന്ന ചുക്കില്ലാതെ UDF എന്ന കഷായം വെക്കാനാവില്ല. അവിഭാജ്യ ഘടകമാണ്. വളരെ കാലമായി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു ചർച്ച വന്ന സാഹചര്യത്തിൽ മാണിസാറുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് സത്യമാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ പരസ്പരം കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വന്ന വാർത്തകൾ ഒക്കെ ശരിയാണ്. കാരണം ചില പ്രശ്നങ്ങൾ ഉയർന്ന് വന്നത് ഇന്നൊരു ചർച്ചയായ സ്ഥിതിക്ക് ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം ആശയവിനിമയമൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാചകങ്ങൾ വാക്കിന് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുഞ്ഞാലിക്കുട്ടിയെ കാണാമെന്ന് മാണിസാർ സമ്മതിച്ചിട്ടുണ്ട്, സംസാരിക്കാമെന്നും മാണിസാർ സമ്മതിച്ചിട്ടുണ്ട്. അത്രമാത്രം. അത് പക്ഷേ മധ്യസ്ഥ ശ്രമമല്ല. മധ്യസ്ഥം വേണമെങ്കിൽ കോൺഗ്രസുകാർ നടത്തിക്കൊള്ളണം. ശുഭകരമായിട്ടുള്ളൊരു നിലയിൽ തന്നെയാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മളെപ്പോഴും ശുഭപ്രതീക്ഷയോടുകൂടിയല്ലേ പോകേണ്ടത്. എന്ന് വെച്ചാൽ കുഞ്ഞുഞ്ഞിൻ്റെ മരുന്ന് കഞ്ഞി ഫലിച്ചില്ല എന്ന് ചുരുക്കം. അപ്പോൾ കുഞ്ഞുഞ്ഞു വൈദ്യർ ശർക്കര ഉരുട്ടി കൊടുത്തു നോക്കി. കഴിഞ്ഞ ദിവസം മാണി സാറിന് എതിരെ ഒരു വിജിലൻസ് പരാതിയൊക്കെ കൊടുത്ത്
അത് പത്രങ്ങളിലൊക്കെ വരികയുണ്ടായി. അത് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇത് കോടതിയിൽ പോയി കോടതി തള്ളിയതാണ്. അപ്പൊ ഇത് ബോധപൂർവമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. പക്ഷെ ഇതൊക്കെ സത്യം വെളിച്ചത്ത് വരും, യാതൊരു സംശയവുമില്ല. സത്യമായിട്ടും ഈ സത്യം തന്നെയാണല്ലോ മാണി സാറും കാത്തിരിക്കുന്നത്. ബാർക്കോഴ എന്ന പുകിലുണ്ടാക്കിയത് ആരാണ് എന്ന സത്യം, അതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെയാണ് എന്ന സത്യം, ഈ സത്യങ്ങൾ പുറത്തു വരുന്ന ദിവസമാണല്ലോ മാണി സാർ കാത്തിരിക്കുന്നത്. മാണി സാറിൻ്റെ പാറ പോലെ ഉറച്ച മനസ്സുണ്ടോ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നു. ജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങൾ കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികളും എല്ലാവരും കൂടി ചേർന്ന് അതിന് പരിഹാരം ഉണ്ടാവും. അദ്ദേഹവുമായി നേരിട്ട് ചർച്ച നടത്തിയത് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയാണ്. നാളെ അദ്ദേഹവുമായും ആശയവിനിമയം നടത്തും. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കില്ല. എന്നാൽ പൊളിമിക്സിന് അതുണ്ട്. കോൺഗ്രസ് ഇല്ലെങ്കിലും UDF നിലനിൽക്കും. എന്നാൽ ലീഗും കേരള കോൺഗ്രസും ഇല്ലാതെ UDF നിലനിൽക്കുമോ? അതാണ് പൊളിമിക്സിന്റെ ആശങ്ക. UDF വളരുകയാണോ തളരുകയാണോ? അല്ല, അത് വളരുന്തോറും പിന്നെ തളരുന്തോറും വളരുകയും ചെയ്യും എന്ന് നമുക്ക് ഇവിടെയും പ്രയോഗിക്കാം. അതല്ല സാഹിബേ, കാര്യങ്ങൾ ഇത്രത്തോളം വഷളായെങ്കിൽ എന്താണ് ഇതിനുള്ളിലെ ഇഷ്യൂ എന്നെങ്കിലും പറഞ്ഞുകൂടെ? ഇഷ്യൂസ് പിന്നെ ഞാൻ പറയുന്നത് ശരിയല്ല. എന്താണ് ഇഷ്യൂ എന്നൊക്കെ പുറത്തേക്ക് പറയേണ്ട ആൾ ഞാനല്ലല്ലോ, അത് മാണി സാറാണ് പറയേണ്ടത്. ശരി, എന്നാൽ മാണി സാറിനോട് ചോദിക്കാം, എന്താണ് ഇഷ്യൂ? വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കുക. എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമോ ആവോ. ഞങ്ങളുടെ ചരക്കുന്ന സമ്മേളനമുണ്ട് 6-7 തീയതിയിൽ. അവിടെയാണ് നയപരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും. അതല്ല സാറേ, ചരൽക്കുന്ന് സമ്മേളനം കഴിഞ്ഞാൽ എന്തായിരിക്കും UDFന്റെ സ്ഥിതി എന്നെങ്കിലും പറഞ്ഞുകൂടായോ? കാത്തിരുന്ന് കാണുക. ഞാനിപ്പോ ചരൽക്കുന്നിന്റെ സമ്മേളനത്തെ പറ്റി മുമ്പിലേ കൂട്ടി അവിടുത്തെ തീരുമാനം എന്താണെന്ന് ഞാൻ മുമ്പിലേ കൂട്ടി ചെയർമാൻ എന്നല്ലേ പറയാവൂ. നിങ്ങളങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. പൊന്നുമാണി സാറേ, സമാധാനമില്ലാഞ്ഞിട്ട് ചോദിക്കുക, അങ്ങ് BJPയുമായി കൂട്ടുകൂടുമോ ഇല്ലയോ? അതെങ്കിലും പറ. ഇതെന്താ ചോദ്യമായത്? BJPയുമായിട്ട് കൂട്ടുകൂടുമെന്ന് ഞാൻ പറഞ്ഞോ? പൊളിമിക്സിന്റെ സമാധാനം കളഞ്ഞത് സത്യത്തിൽ മാണി സാറല്ല, BJP നേതാക്കളാണ്. അവർ മാണി സാറിന്റെ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കാത്തിരിക്കുകയാണ്. അത് പറയട്ടെ, എല്ലാവരും വന്നതല്ലാണല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ നയപരമായ സമീപനം CPMഉം കോൺഗ്രസും ഒഴികെയുള്ള കക്ഷികൾ, ആ കക്ഷികൾ ചെറുതും വലുതുമായ കക്ഷികൾ നയപരമായ സമീപനം സ്വീകരിച്ചാൽ ഞങ്ങൾ ആലോചിക്കും. പറയട്ടെ, ലീഗ് പറയട്ടെ. അതാണ് പൊളിമിക്സിന്റെയും സ്വപ്നം. ലീഗും BJPയും ചേർന്നൊരു മുന്നണി. അതാണ് കേരളത്തിന്റെ ഇന്നത്തെ ആവശ്യം. അതിനുവേണ്ടി മുൻകൈയെടുക്കണമെന്ന് മാണിപ്പിതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ മാണി സാറെ, അങ്ങ് മോദിയുടെ സമക്ഷത്തിലിരിക്കുമ്പോൾ പാപികളായ ലീഗുകാരെയും ഓർക്കണമേ. അമേൻ.